പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് 2800 കലോറി മതി ഒരു ദിവസം ജീവിക്കാൻ. പക്ഷേ ഒരു 6 മണിക്കൂർ പഠിക്കണമെങ്കിൽ കുട്ടിക്കൊരു 4000 കലോറി ഊർജ്ജം വേണം. 10 മണിക്കൂർ പഠിക്കണമെങ്കിൽ ഒരു 7000 കലോറി ഊർജ്ജം വേണം. ഈ ഊർജ്ജം കുഞ്ഞിന് ആഹാരത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അമ്മമാരിൽ പലർക്കും ഈ ഊർജ്ജ കണക്ക് അറിഞ്ഞൂടാ. ഒരു പ്ലേറ്റ് ചോറ് തിന്നാൽ 400 കലോറിയേ കിട്ടുള്ളൂ. ഒരു കശുവണ്ടിപ്പരിപ്പ് തിന്നാൽ 80 കലോറിയാണ്. 5 കശുവണ്ടിപ്പരിപ്പ് തിന്നുന്നത് ഒരു പ്ലേറ്റ് ചോറിന് തുല്യം. വലിയൊരു കഷ്ണം കേക്ക് തിന്നാൽ 400 കലോറിയായി. ചില ആഹാരം കഴിച്ചാൽ നഷ്ടമാണ്. ഒരു കോഴിമുട്ട പുഴുങ്ങി തിന്നാൽ അത് മുഴുവൻ ദഹിച്ചാൽ 80 കലോറിയെ കുട്ടിക്ക് കിട്ടും. പക്ഷേ പുഴുങ്ങിയ കോഴിമുട്ട ദഹിപ്പിക്കണമെങ്കിൽ 92 കലോറി ചിലവാകും. 12 കലോറി നഷ്ടം. കുട്ടിക്ക് മുട്ട കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ബുൾസയാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കണം, പുഴുങ്ങി കൊടുത്തേക്കണം. അപ്പോൾ കുട്ടിക്ക് ഊർജ്ജം എവിടെ നിന്ന് കിട്ടും? ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ആഹാരം ഐസ്ക്രീമാണ്. ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം 900 കലോറീസാണ്, 900 കലോറി. വലിയ കപ്പ് ഐസ്ക്രീം 1600 കലോറിയാണ്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഇച്ചിരി ഐസ്ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. ക്ഷീണം വരുമ്പോഴൊക്കെ ഇച്ചിരി കഴിച്ചോളാൻ പറയണം. കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചോളാം. ഐസ്ക്രീം അല്ലേ, കഴിച്ചോളാൻ പറഞ്ഞാൽ കഴിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടിക്ക് നമ്മൾ കഴിക്കുന്ന പോലെ 3 നേരം വയറ് നിറച്ച് ആഹാരം കൊടുത്തേക്കരുത്. 3 നേരം വയറ് നിറച്ച് ആഹാരം കൊടുത്താൽ തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കരോട്ടിഡ് ആർട്ടറി ഉണ്ടല്ലോ, ആ രക്തം കൂടെ കുടലിലേക്ക് തിരിച്ചു വിടും. പിന്നെ ഉറക്കം വരും. അതുകൊണ്ട് കുട്ടി 1 മണിക്കൂർ ഇടവിട്ട് ഒരു 600 കലോറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. 7 or 8 times a day. അല്ലാതെ നമ്മുടെ തൊട്ട് 3 നേരം വയറ് നിറച്ച് കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ. വിദ്യാർത്ഥിക്ക് 5 ലക്ഷണമാണ്: അല്പാഹാരം, ജീർണവസ്ത്രം, കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്ര. പകുതി വേറെ ആഹാരം കൊടുക്കാവും. വസ്ത്രത്തിൽ ഭ്രമം ഉണ്ടാവരുത്. കാക്കയുടെ ദൃഷ്ടി വേണം, ദീർഘവീക്ഷണം വേണം. നമ്മൾ കല്ലെടുക്കുമ്പോഴേ കാക്ക വറക്കം. കാക്കയ്ക്ക് എറിയാനാ കല്ലെടുക്കുന്നത്. കോഴി അവിടെ നിൽക്കാം. അതുകൊണ്ടാണ് മലയാളത്തിൽ പറയും കാക്ക കണ്ടറിയും, കോഴി കൊണ്ടറിയും. കോഴി കയറി കിട്ടിയാലേ വിവരം മനസ്സിലാവും നമ്മൾ അതിനെ എറിയാനാ കല്ലെടുത്തത്. ദീർഘവീക്ഷണം വേണം. ഭഗധ്യാനം. ഭഗൻ എന്ന് പറഞ്ഞാൽ കൊക്ക് ഉറങ്ങുമ്പോഴും ഒരു കാല് ചുരുട്ടി മേപ്പിട്ട് വെച്ചേക്കും. തറയിലുള്ള മൈന്യൂട്ടസ്റ്റ് മൂവ്മെന്റ് കൊക്കിന് അറിയാൻ പറ്റും. കൊക്കിന് എപ്പോഴും പറക്കാൻ പറ്റും. കോൺസെൻട്രേഷൻ വേണം. ശ്വാനനിദ്ര. പട്ടിയുടെ ഉറക്കം. പട്ടി ഉറങ്ങി കിടക്കുമ്പോഴും ശബ്ദം കേട്ട് എഴുന്നേറ്റ് കുറയ്ക്കും. അലേർട്ട്നെസ്. ഇത് 5 കുട്ടികളുടെ ലക്ഷണം. ഇപ്പോൾ കുട്ടിക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കുന്നതിന് പകരം 600 കലോറീസ് അറ്റ് എ ടൈം ആയി 8 തവണയെങ്കിലും കുട്ടിക്ക് ആഹാരം കൊടുക്കണം. അതാണ് ബെസ്റ്റ്. പക്ഷെ പഠിക്കുന്നതിന് ആഹാരത്തോടൊപ്പം വളരെ പ്രധാനമാണ് വെള്ളം. പക്ഷെ പഠിക്കുന്ന കുട്ടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെയായിരിക്കണം. 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടിക്കഴിഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺ ഉണ്ടാകും, H3O. തലച്ചോറിന് നല്ലതല്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത വെള്ളമോ ഒരു 4 മണിക്കൂറെങ്കിലും കൂജയിൽ വെച്ച് തണുപ്പിച്ച വെള്ളവുമാണ് പഠിക്കുന്ന കുട്ടികൾ കൊടുക്കേണ്ടത്. ഇതാണ് ഡോക്ടർമാർ പറയുന്നത്, മെൽറ്റിംഗ് ഐസ് ഇംപ്രൂവ്സ് ഇൻ്റലിജൻസ്. ഉരുകുന്ന മഞ്ഞ് ബുദ്ധിയെ പ്രകാശിപ്പിക്കും. കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ഫ്ലാസ്കിനകത്ത് തണുത്ത വെള്ളം കൊടുത്തയക്കണം. പരീക്ഷ കയറുന്ന തൊട്ട് മുമ്പ് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചിട്ട് പരീക്ഷ കയറണം. നല്ല ഭംഗിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ PTA ഒരു വാട്ടർ കൂളർ വാങ്ങിച്ചു കൊടുത്ത് എക്സാം ഹോളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്കണം. ആവശ്യമുള്ളവർക്കെല്ലാം ഓരോ ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചിട്ട് പരീക്ഷ കയറി ഇരുന്ന് പഠിക്കാം. അപ്പോൾ ഓരോരുത്തർ ഫ്ലാസ്ക് കൊണ്ടുവരണ്ട, ഒരു വാട്ടർ കൂളർ മതി. പരീക്ഷയെല്ലാം തീരുമ്പം അവൻ തിരിച്ച് കടയിൽ കൊണ്ടുവച്ച് ആരുടെയും തല അടിച്ചേൽപ്പിച്ചോളാം. അത് നിങ്ങൾ വിഷമിക്കണ്ട. ഒരെണ്ണം ഇവിടെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വെച്ചാൽ മതി. ഒരാഴ്ചത്തേക്ക് വാടകയ്ക്ക് ഒരു വാട്ടർ കൂളർ കൊണ്ട് വെച്ചാൽ മതി. ഈ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടും. 8ാമതായി കുട്ടി ഇരുന്ന് പഠിക്കുന്ന കസേരയാണ്. ഒരിക്കലും ഇരുമ്പ് കസേര ഇരുത്തി കുട്ടികളെ പഠിപ്പിക്കരുത്. തലച്ചോറും ഞരമ്പുകളും പ്രവർത്തിക്കുന്നത് അതിൻ്റെ സ്കിന്നിലുള്ള സോഡിയം പൊട്ടാസ്യം അയോൺസിനകത്തൂടെ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ ശരീരം എപ്പോഴെങ്കിലും ഭൂമിയെ തൊട്ടാൽ ഭൂമി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോൺ വലിച്ചെടുക്കും. പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അയൺ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് ഇരുമ്പ് കസേര ഇരുത്തരുത്. തടിക്കസേര ഇരുത്തണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസേര. കുട്ടി പഠിക്കുമ്പോൾ കുട്ടിയുടെ കാല് തറയെ തൊടാൻ പാടില്ല. അതുകൊണ്ട് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കാല് വെക്കുക. ഏറ്റവും ബെസ്റ്റ് തലയണയാണ്.
കോട്ടൺ ഈസ് ദ പൂറസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു ഇലക്ട്രോണും പോവുകയില്ല ഒരു പഞ്ഞിത്തലനയിൽ കാല് വെച്ചുകൊണ്ടിരുന്നാൽ. ഞാൻ ഓഫീസിൽ പലപ്പോഴും 15-18 മണിക്കൂറൊക്കെ ജോലി ചെയ്യും. ഞാനൊരു സ്റ്റൂള് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു തലയണ വെച്ച് കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ മണ്ടയ്ക്കാണ് കാല് വെക്കുന്നത്. എനിക്ക് ട്രാൻസ്ഫർ ആവുമ്പോൾ ഞാൻ വരാൻ പോകുന്ന ഓഫീസിലെ പോലീസുകാർ പറയും, ഇപ്പം അയാൾ ഒരു സ്റ്റൂൾ ഒരു തലയണയും പൊക്കിക്കൊണ്ട് വരും എന്ന് പറയും. കാരണം ഞാൻ ട്രാൻസ്ഫർ ആയാലും അതും കൊണ്ടേ പോകത്തുള്ളായിരുന്നു. റിട്ടയർ ചെയ്തപ്പോൾ സർക്കാരിന് കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഈ തലയണയെ കാല് വെച്ചിരുന്ന് പഠിച്ചാൽ, മണിക്കൂറുകളോളം പഠിച്ചാലും കുട്ടിക്ക് ക്ഷീണം വരികയില്ല. അപ്പോൾ കുട്ടിക്ക് ഒരു തലയണ വലിയ വിലയൊന്നുമില്ലല്ലോ. കുട്ടിക്ക് കാല് ചവിട്ടി ഇരിക്കാനൊരു തലയണ വേണം. തടി കസേര ഇരുത്തി പഠിപ്പിക്കണം, അല്ലേ പ്ലാസ്റ്റിക് കസേര. കുട്ടി പഠിക്കുമ്പോൾ നട്ടല് വളയാൻ പാടില്ല. നട്ടല് വളഞ്ഞു പോയി ഉറക്കം വരും. പണ്ട് ഈ നായർ തറവാട്ടിലൊക്കെ അമ്മാവന്മാർ ഭയങ്കര ശല്യമായിരുന്നു. അതിൻ്റെ അനന്തരന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കസേര ഉണ്ടാക്കി, ചാര് കസേര. എന്നിട്ട് അവരൊരു നിയമം ഉണ്ടാക്കി, അമ്മാവനല്ലാതെ ആരും ആ കസേര കിടക്കാൻ പാടില്ലെന്നാണ്. അമ്മാവൻ വന്ന കസേരയോട്ട് കിടക്കും. അമ്മാവൻ്റെ നട്ടൽ ഇങ്ങനെ വളഞ്ഞു പോകും. അമ്മാവനങ്ങ് ഉറങ്ങിപ്പോകും. 3-4 മണിക്കൂർ സമയത്തേക്ക് ഉറങ്ങിപ്പോകും. ഈ അമ്മാവൻ്റെ ചീത്തകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കസേര ഉണ്ടല്ലോ, പിള്ളേർ കയറി പഠിക്കാതിരുന്ന എഴുന്നേക്കടാന്ന് പറയണം. അതിനകത്ത് ഇരുത്തി പഠിപ്പിക്കാതെ പഠിക്കാൻ പറ്റില്ല, കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നട്ടൽ നേരെ നിൽക്കാൻ 2 തലയണ ഇട്ടിട്ട്, ഭാരം താങ്ങാൻ ഒരു തലയണയും നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലയണയും, 2 തലയണ ഇട്ടിട്ട് വേണം കുട്ടിയെ ഇരുത്തി പഠിപ്പിക്കാൻ. കുട്ടിയുടെ ഇൻ്റലക്ച്വൽ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടിയുടെ അറിവിൻ്റെ ശേഖരമാണ്. കുട്ടിക്ക് എങ്ങനെ അറിവുണ്ടാവും? ഉപനിഷത്തിൽ പറയുന്നു 4 മാർഗങ്ങൾ. ആചാര്യാം പാദമാദത്തെ, പാദം ശിഷ്യസമേതയാ, പാദം സബ്രഹ്മചാരിഭ്യോ, പാദം പിന്നെ കാലക്രമേണജ. നിങ്ങളുടെ മക്കൾക്ക് അറിവ് കിട്ടുന്ന 4 സോഴ്സിൽ നിന്നാണ്. ആചാര്യാം പാദമാദത്തെ, അൽഫോൺസ സ്കൂളിലെ മുഴുവൻ സാറന്മാരോട് കൂടി കുട്ടിയുടെ അറിവിൻ്റെ 4/1 കൊടുക്കാനേ ബാധ്യതയുള്ളൂ, 25%. പാദം ശിഷ്യ സമേതയാ, 4/1 അറിവ് കുട്ടി സ്വയം നേടണം. കുട്ടി പത്രം വായിക്കണം, മാസിക വായിക്കണം, ഡിക്ഷണറി നോക്കണം, ലെക്സിക്കൺ നോക്കണം, എൻസൈക്ലോപീഡിയ റെഫർ ചെയ്യണം. പിന്നെ കുട്ടി നെറ്റെന്ന് പറഞ്ഞ് ലോകത്തിൽ കയറണം. ക്ലൗഡ് ലൈബ്രറി. ഞങ്ങളുടെ ഒന്നും കാലത്തേക്ക് കുന്തമില്ല. ഇപ്പം ആകാശമേഘങ്ങളിലാണ് ലൈബ്രറി ഇരിക്കുന്നത്. ആകാശമേഘത്തിൽ നിന്ന് നെറ്റിനകത്തോട്ട് ഇറങ്ങി വരുന്നത് 28 കോടി പുസ്തകമാണ്, 28 crores. ഇന്ത്യയിലെ മുഴുവൻ ലൈബ്രറിയോട് കൂടിയാലും അത്രയും പുസ്തകമില്ല. കുട്ടിക്ക് വായിക്കണമെങ്കിൽ